മാർക്കണ്ഡേയ ഉവാച ഇതി തസ്യ വചഃശ്രുത്വാ സുരദസ്സ നരാധിപാം പ്रणिपत्या महाभागं तं ऋषिं संशिदव्रतं निर्विण्णोदि ममत्वेन राज्यापहरणेन च जगाम सद्य तपसे सजवैश्यो महामुनि सन्दर्शनार्थमम्बाया नदी पुलिनमास्तिदा इति तस्य वचःश्रुत्वा सुरदस्स नराधिपा प्रणिपत्या महाभागं तं ऋषिं संशिदव्रतं निर्विण्णोदि ममत्वेन राज्यापहरणेन च जगाम सद्य तपसे सजवैश्यो महामुनि സന്ദർശനാർത്ഥമമ്പായ നദീ പുളിനമാസ്തിത. മഹാമുനി അല്ലയോ മഹർഷി, ഇതി തസ്യ വച ഇപ്രകാരം സുമേധസിന്റെ വാക്കിനെ ശ്രുത്വ കേട്ടിട്ട് സുരദസ്സ നരാധിപ സുരഥൻ എന്ന രാജാവ് മഹാഭാഗം അതിഭാഗ്യവാനും സംശിതവ്രതം ദൃഢവ്രതനുമായ തം ഋഷിയും ആ ഋഷിയെ പ്രണിപത്യ വീണ് നമസ്കരിച്ചിട്ട് മമത്വേന മമതയിൽ നിന്നും രാജ്യാപഹരണ രാജ്യം അപഹരിക്കപ്പെട്ടതുകൊണ്ടും അതിനിർവിണ്ണ അതിയായി വിരക്തി പ്രാപിച്ചവനായിട്ട് സദ്യ ഉടനെ തന്നെ തപസേ ജഗാമ തപസ്സിനായി പോയി. സ വൈശ്യ വൈശ്യനും അപ്രകാരം ചെയ്തു. അംബായ ദേവിയുടെ സന്ദർശനാർത്ഥം ദർശനത്തിനായിട്ട് നദീപുളിനം ആസ്ഥ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നവനായി. അല്ലയോ മഹർഷി, ഇങ്ങനെ സുമേധസ്സു മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് സുരഥൻ എന്ന മഹാരാജാവ് മഹാഭാഗ്യവാനും തീവ്രമായ വ്രതനിഷ്ഠയുള്ളവനുമായ ആ മഹർഷിയെ വീട് നമസ്കരിച്ചിട്ട് രാജ്യനാശം മൂലം മമത നശിച്ച് വിരക്തനായി അപ്പോൾ തന്നെ തപസ്സിനായി പുറപ്പെട്ടു. ദേവിയെ ദർശിക്കുന്നതിനായി രാജാവ് നദീപുളിനത്തെ പ്രാപിച്ചു. ആ വൈശ്യനും അപ്രകാരം ചെയ്തു. സജവൈശ്യസ്തപസ്തേബേ ദേവീ സൂക്തം പരം ജപൻ തൗ തസ്മിൻ പുളിനേ ദേവ്യാം കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രദുത്തസ്യാം പുഷ്പധൂപാഗ്നിതർപ്പണേ സജവൈശ്യ തപത്തേബേ ദേവീ സൂക്തം പരം ജപൻ തൗ തസ്മിൻ പുളിനേ ദേവ്യാ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രദുത്തസ്യ പുഷ്പധൂപാഗ്നി തർപ്പണേ സജവൈശ്യാച ആശ്രിതരാജാവും ആ വൈശ്യനും പരം ദേവീ സൂക്തം ജപിൻ ശ്രേഷ്ഠമായ ദേവീ സൂക്തം ജപിച്ചുകൊണ്ട് തപത്തേബേ തപസ് ചെയ്തു. തസ്മിൻ പുളിനെ ആ മണൽത്തിട്ടയിൽ അല്ലെങ്കിൽ ആ നദീതീരത്ത് തൗ അവർ ഇരുവരും മഹീമയും ദേവ്യാമൂർത്തി മണ്ണുകൊണ്ടുള്ള ദേവിയുടെ വിഗ്രഹം കൃത്വ നിർമ്മിച്ചിട്ട് തസ്യ ആ ദേവിക്ക് പുഷ്പധൂപാഗ്നി തർപ്പണേ പൂക്കൾ ധൂപങ്ങൾ ഹോമങ്ങൾ തർപ്പണങ്ങൾ എന്നിവ കൊണ്ട് അർഹണാം ചക്രതു പൂജ ചെയ്തു. ആ സുരത മഹാരാജാവും വൈശ്യനും ശ്രേഷ്ഠമായ ദേവീ സൂക്തം ജപിച്ചുകൊണ്ട് തപസ് ചെയ്തു. ആ പുളിനത്തിൽ ദേവിയുടെ വിഗ്രഹം മണ്ണുകൊണ്ടുണ്ടാക്കി ആ ദേവിയെ പൂവ് കൊണ്ടും ധൂപം കൊണ്ടും അഗ്നി കൊണ്ടും തർപ്പണം കൊണ്ടും ആരാധിച്ചു. ദേവീ സൂക്തം എന്ന് പറഞ്ഞത് 5-ാം അധ്യായത്തിലുള്ള നമോ ദേവി എന്ന് തുടങ്ങുന്ന സ്തോത്രമാണെന്നും ദേവീ മാഹാത്മ്യം തന്നെയാണെന്നും അഭിപ്രായമുണ്ട്. തപേ തേബേ എന്ന് പറഞ്ഞതുകൊണ്ട് കൃച്ഛ്രമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. ഉപവസിക്കുക, ശരീരപീഡ സഹിച്ച് പൂർവ്വപാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജ്ഞാനിയാണെങ്കിലും സുരഥൻ രാജ്യത്തിലും രാജ്യഭോഗങ്ങളിലുമുള്ള മമതയിൽ നിന്ന് മുക്തനല്ല. വൈശ്യനും ഒട്ടൊക്കെ അപ്രകാരമുള്ള മനോഭാവത്തോടു കൂടിയവനാണ്. മമതയ്ക്ക് ആധാരം മുഖ്യമായി ശരീരം തന്നെയാണ്. ശരീരത്തോടുള്ള താല്പര്യം കുറയ്ക്കാനായിട്ടാണ് പലതരം വ്രതങ്ങൾ. ഈ രണ്ടുപേരും ജ്ഞാനികളാണ്, സുമേധസ്സിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. ഇന്ദ്രിയ വിഷയമായ ഒരു രൂപം മുന്നിലുണ്ടെങ്കിൽ അതിൽ കേന്ദ്രീകരിച്ചാകാം ആരാധന. അതിനുവേണ്ടി അവർ മണ്ണുകൊണ്ട് ദേവീമൂർത്തി നിർമ്മിച്ചിട്ട് ആ മൂർത്തിയിൽ ദേവിയെ പൂജിച്ചത് പൂക്കൾ കൊണ്ടും ഗന്ധധൂമം കൊണ്ടും അഗ്നി കൊണ്ടും തർപ്പണങ്ങൾ കൊണ്ടും ആയിരുന്നു.